ഹായ് ഓൾ, ഞാൻ ഇന്നൊരു ഡ്രിങ്ക് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. കസ്റ്റർഡ് പൗഡർ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇഫ്താർ ടൈമൊക്കെ നമുക്കുണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. ഹെൽത്തി ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ദാഹവും വിശപ്പൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് അതിൽ 1/4 കപ്പ് പാൽ ഒഴിച്ച് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് വെക്കാം. തണുത്ത പാലാണ് ഞാനിവിടെ ഒഴിച്ചത്. ഒരു പാത്രത്തിൽ 2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം. മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ച കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം. ഇത് കൂടുതൽ തിക്കാവേണ്ട ആവശ്യമില്ല, ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ. ഈ ഒരു പാകമായാൽ തീ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായി മാറ്റി വെക്കാം. തണുത്ത് കഴിഞ്ഞാൽ തിക്കാവുകയാണെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് നമുക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാം. ഞാനിവിടെ ആപ്പിൾ കട്ട് ചെയ്തതും അനാറുമാണ് ചേർത്തത്. കസ്റ്റാർഡ് നന്നായി തണുത്തതിന് ശേഷമാണ് ഫ്രൂട്ട്സ് ചേർക്കേണ്ടത്. കുതിർത്ത് വെച്ച കസ്കസ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു പിങ്ക് കളറിന് വേണ്ടി കളറും എസൻസുകളൊന്നും ചേർക്കുന്നില്ല. അതിന് പകരമായി ബീട്രൂട്ട് ഐസ് ക്യൂബ്സ് ആണ് ചേർക്കുന്നത്. അതിൻ്റെ റെസിപ്പി റംദാൻ ടിപ്സ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ഡ്രിങ്കാണ്. If you like this video, like, share, subscribe, click the bell icon. See you in the next video. Bye.